ഈ ആര്യന് എന്താണ് പ്രശ്നം? അവനെന്തെങ്കിലും ഞരമ്പ് രോഗമാണോ? അല്ലെങ്കിൽ അവനെന്തെങ്കിലും മാനസിക പ്രശ്നമാണോ? ഇവൻ ആരാണ് ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടതെന്ന് അറിയാൻ വയ്യ. കാര്യം ഇത്രയും ഞരമ്പ് രോഗിയായിട്ടുള്ള ഒരാളെ ഇത്രയും പെൺകുട്ടികളുടെ ഇടയിലേക്ക് എങ്ങനെ കയറ്റി വിട്ടു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ റെന ഫാത്തിമയെ കയറി പിടിച്ചിരിക്കുകയാണ് ആര്യൻ. അതാ റെന ഫാത്തിമയുടെ മേൽ കിടക്കാൻ ശ്രമിക്കുകയാണ് ആര്യൻ. റെന ഫാത്തിമ ബെഡിൽ കിടക്കുമ്പോൾ അവളുടെ മേൽ കിടക്കാൻ ശ്രമിക്കുന്ന ആര്യനെ നമുക്കിപ്പോൾ കാണാം. എപ്പിസോഡിൽ കാണിച്ചൊരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ആര്യൻ്റെ ബെഡിൽ നെവിൻ കയറി കിടക്കുകയാണ്. ആര്യൻ്റെ ബെഡിൽ നെവിൻ കിടന്നപ്പോൾ നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നെവിനെ ഓട്ടിക്കുന്നുണ്ട്. അപ്പോൾ നെവിനെ ഓട്ടിക്കുന്ന ആ ഗ്യാപ്പിൽ അവിടെ നിന്ന് റെന ഫാത്തിമ ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആര്യൻ്റെ ബെഡിൽ കിടന്ന റെന ഫാത്തിമയുടെ മേൽ ആര്യൻ ചാടി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ എപ്പിസോഡിൽ കണ്ടത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാര്യം ഒരു പെൺകുട്ടിയോടെ കിടക്കുമ്പോൾ അവളെ ദേഹത്ത് കൂടി വീഴുക, അവളെ ദേഹത്ത് ഇങ്ങനെ പിടിച്ച് മറിയുക എന്നുള്ള ഒരു പരിപാടി ഇവിടെ ഇപ്പോൾ ആര്യം കാണിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് റെന ഫാത്തിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഉടനെ തന്നെ റെന ഫാത്തിമ അവിടെ നിന്ന് എണിച്ച് മാറുന്നുണ്ട്. എണിച്ച് മാറിയതിന് ശേഷം ബിന്നിയുടെ അടുത്ത് പോയി ഈ കാര്യം പറയുന്നുണ്ട്. കാര്യം ഈ റെന ഫാത്തിമ പുറത്ത് എന്ത് സംഭവിക്കും, പുറത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ കരയുന്നുണ്ട്. ബിന്നിയുടെ മുമ്പിൽ റെന ഫാത്തിമ കരയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ആര്യൻ അങ്ങനെ മോശമായ രീതിയിലാണ് നിന്നെ അങ്ങനെ ടച്ച് ചെയ്തതെങ്കിൽ നിനക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം, അതല്ല അവന് ബാഡ് ഇൻറ്റൻഷൻ ഒന്നും ഇല്ലെങ്കിൽ നിനക്കിത് ഇപ്പോൾ ഇവിടെ കളയാം എന്ന് ബിന്നി പറയുന്നുണ്ട്. ഉടനെ അനുമോൾ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അനുമോൾ അടുത്തൊക്കെ നമ്മുടെ റെന ഫാത്തിമ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ആര്യൻ തന്നെ ഇൻറ്റൻഷ്യലി കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയാണ് റെന ഫാത്തിമ ഇപ്പോൾ പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ബിന്നിയുടെ കൂടെ ബെഡിൽ കിടന്ന് റെന ഭയങ്കര കരച്ചിലാണ്. കാര്യം പുറത്ത് എന്ത് ഔട്ടാണ് പോകുന്നത്, ഇത് എങ്ങനെയാണ് അവർ കാണിക്കുന്നത്, ഇത് ഏത് രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടും എന്നത് ആലോചിച്ച് റെന ഫാത്തിമയ്ക്ക് നല്ല പേടിയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാര്യം പുറത്തൊരു ബോയ് ഫ്രണ്ടൊക്കെ ഉള്ള ഒരാളാണ്. ഈ ആര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആര്യൻ ആദ്യമേ തന്നെ ഞരമ്പ് രോഗിയാണ് എന്ന് വ്യക്തമായിട്ട് ഉള്ള പല തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എപ്പിസോഡും ലൈവും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. വന്ന ആദ്യ ദിവസങ്ങളിൽ ജിസേലിനോട് കാണിച്ച ചില എക്സ്പ്രഷൻസും കാര്യങ്ങളും വഴി മനസ്സിലാവാൻ പറ്റും. ഈ അടുത്ത കാലത്ത് നമ്മുടെ അനുമോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അനുമോളെ ദേഹത്തേക്ക് വീഴാൻ വേണ്ടി മനഃപൂർവ്വം മസ്താനിയോട് പിടിച്ചു തള്ളാൻ പറഞ്ഞ് നമുക്കറിയാം. അത്തരത്തിൽ ആര്യന് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് ബിഗ് ബോസ് വീട്ടിൽ വലിയ പുകിലുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര്യനും ജിസേലും തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ളത് റെനയ്ക്കും ബിന്നിക്കും അനുമോക്കും എല്ലാം സംശയമുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പ്രവൃത്തിയും കൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യനെതിരെ അവിടെയുള്ള പെണ്ണുങ്ങൾ തിരിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന്.